ഓക്കെ, ദ ലിമിറ്റേഷൻസ് ഓഫ് ഓസ്വാൾഡ് ലോ ആണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. വർക്ക്സ് ഓൺലി ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, നോട്ട് വാലിഡ് ഫോർ സ്ട്രോങ് ആസിഡ്സ് ഓർ ബേസസ്. അതെന്താ പറയുന്നത്? ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. സ്ട്രോങ് ആസിഡ്സ് ഓർ ബേസിസിന് എന്തല്ല, ഓസ്വാൾഡ് ലോ ബാധകമില്ല. സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ബേസിസിൽ എന്താ, ഇലക്ട്രോലൈറ്റ്സിൽ ആൽഫ വാല്യൂ ഇസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 അല്ലെ ഫുള്ളി ഈക്വൽ ടു 1 ആണ് നമ്മൾ എഴുതാറ്. ഓക്കെ, ലോ അസ്യൂംസ് പാർഷ്യൽ ഡിസോസിയേഷൻ ആൻഡ് റിവേഴ്സിബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോയിൽ എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്? പാർഷ്യൽ ഡിസോസിയേഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ ഇക്വിലിബ്രിയം ആണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത്. അത് വിചാരിച്ചിട്ടാണ് ലോ ഡിറൈവ് ചെയ്തത്. ഈ ഇക്വേഷൻസ് എല്ലാം അതിൻ്റെ ബേസിസിലാണ് വന്നത് അല്ലേ. സി ഇൻറ്റു 1 - ആൽഫ ഇങ്ങനെ വന്നത്. ഡിസോസിയേറ്റതും ആൽഫ 1-നേക്കാളും കുറവാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിക്കഴിഞ്ഞാൽ ആൽഫ വാല്യൂ എന്തായിരിക്കും? 1 ആവും. ആ കോൺസെൻട്രേഷൻ ടേം എന്താവും? 0 ആയിപ്പോവും അല്ലേ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് ഇത് ബാധകമല്ല. ഓൺലി വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ബിക്കോസ് ലോ എന്താണ് അസ്യൂം ചെയ്യുന്നത്? പാർഷ്യൽ ഡിസോസിയേഷനും റിവേഴ്സിബിൾ ഇക്വിലിബ്രിയമാണ് ലോ അസ്യൂം ചെയ്യുന്നത്. അപ്പം വർക്ക്സ് ഓൺലി ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ആൽഫ വാല്യൂ എന്തായിരിക്കും? K/√C ആണ് എന്ത്? ആൽഫ വാല്യൂ ഈക്വൽ ടു. അപ്പം നമ്മൾ ഗ്രാഫ് ആൽഫയും 1/√C നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷെ ആൽഫയും സിയും തമ്മിലാണെങ്കിൽ ഒരു ഹൈപ്പർബോളിക് കർവ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് നമ്മൾ പിന്നീട് അതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഹൈപ്പർബോളിക് കർവ് എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിന് കാണിച്ചു തരാം. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്താണെന്ന് അറിയാലോ അല്ലേ, ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ആൽഫ വാല്യൂ ഡിക്രീസ് ചെയ്യും ആൽഫ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് എന്താ, ഗ്രാഫ് ലീനിയർലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കാണും അല്ലേ. ഇനി മീനിങ് ഓഫ് ദ ലോ നമുക്കിവിടെ കാണാം. ആൽഫ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √C അല്ലേ. അപ്പം കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ആൽഫ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതാണ് അതിൻ്റെ മീനിങ്, ഇക്വേഷൻ്റെ മീനിങ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയൺസ് എന്താവും? സ്റ്റെബിലൈസ് ആവും. എന്തുകൊണ്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ എന്താവും? ഇതിനെ സ്റ്റെബിലൈസ് ആക്കും അല്ലേ. സോൾവേഷൻ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, HA എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H++A- ആണ് ആവുന്നതെങ്കിൽ ഈ H+ന് A- ആര് സ്റ്റെബിലൈസ് ചെയ്യും? സോൾവെൻറ്റ് മോളിക്യൂൾസ് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എന്തായി? സോൾവേഷൻ എഫക്റ്റ് കാണും. അപ്പോൾ ഇത്ര മാത്രം സ്റ്റെബിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ H+A- ഇൻട്രാക്ട് ചെയ്ത് തിരിച്ച് ഫോം ചെയ്യുന്ന HA ഫോം ചെയ്യേണ്ട ടെൻഡൻസി കുറയും. അപ്പോൾ എന്താവും? ആൽഫ വാല്യൂ ഇൻക്രീസ് ആവും അല്ലേ. അതാണ് നമ്മൾ പഠിക്കുന്നത്. C ഡിക്രീസസ്, ആൽഫ വാല്യൂ ഇൻക്രീസസ് അല്ലേ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എത്രയായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു, അയൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തതിൻ്റെ വാല്യൂ ആണ് എന്ത് കിട്ടുന്നത്? ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ടോട്ടൽ എത്ര മോളിക്യൂൾ ഉണ്ടായിരുന്നു അതിനകത്ത് എത്ര മോളിക്യൂൾ അയൺസ് ആയിട്ട് ഫോം ചെയ്തു, ആ വാല്യൂ ആണ് ആൽഫ I. ആ I ഒന്ന് ആഡ് ചെയ്തേക്കണം. ഓക്കെ, പിന്നെ ഇഫ് C ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ആണെങ്കിൽ അതിൻ്റെ ഫോം ചെയ്ത അയണൈസേഷൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? C ആൽഫ. അത് നമ്മൾ മുകളിൽ പഠിച്ച സെയിം ഇക്വേഷൻ, ഈ ഇക്വേഷനൊക്കെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത്. അതിപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 4 ചോക്ലേറ്റ് ബാർസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഡയറി മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ 4 ബൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് 1/4 ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ എത്ര മാത്രം തിന്നു എന്ന് പറയാൻ എങ്ങനെയാണ്? 4 × 1/4 അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? C ആൽഫ കിട്ടും. ബാക്കി നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഈ ഇക്വേഷനിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇനി ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൻഡ് മോളാർ കണ്ടക്റ്റൻസ് ആണ് ഉള്ളത്. അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷനിൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു λm/λ∞m. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? λm ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് അറ്റ് കോൺസെൻട്രേഷൻ C. λ∞m എന്ന് പറയുന്നത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ.
ഇത് നമുക്ക് എന്തായിട്ട് റിലേറ്റ് ചെയ്യാം? ഓസ്വാൾഡ് ഡൈല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇവിടെ ആൽഫ വാല്യൂ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്താണ് ഈ ലാംഡ എം അല്ലെങ്കിൽ ലാംഡ ഇൻഫിനിറ്റി എം? ഇവിടെ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ ലാംഡയാണ്. പക്ഷെ നമുക്ക് സ്മോൾ ലാംഡ എഴുതിയാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം ലാംഡ എം എന്താ? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി അല്ലേ? അപ്പം 1 mole ഓഫ് എ സൊല്യൂട്ടിന് എത്രമാത്രം 1 mole ഓഫ് സൊല്യൂട്ടിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്, ആ കോൺസെൻട്രേഷൻ എത്രമാത്രം കണ്ടക്ടിവിറ്റി ചെയ്യാൻ പറ്റും, അതാണ് ലാംഡ എം. അപ്പോൾ ലാംഡ ഇൻഫിനിറ്റി എമ്മോ അല്ല, ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ സൊല്യൂഷൻ എത്രമാത്രം കണ്ടക്ട് ചെയ്യും, അതാണ് ലാംഡ ഇൻഫിനിറ്റി എം. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ബേസ്ഡ് ഓൺ ആൽഫ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 1, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ആൽഫ ഈസ് ലെസ് ദാൻ 1 അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. നേച്ചർ ഓഫ് സോല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, പിന്നെ കോമൺ അയൺ എഫക്റ്റ്, ടെമ്പറേച്ചർ, പ്രഷർ, സൊല്യൂട്ട് സ്ട്രക്ചർ. ഓക്കെ, നേച്ചർ ഓഫ് സൊല്യൂട്ട് വെച്ച് തുടങ്ങാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ആൽഫ വാല്യൂ ഈക്വൽ ടു 1 വരും. അപ്പം എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ അയണൈസേഷൻ ഹൈ ആയിരിക്കും സ്ട്രോങ് ആസിഡ്സ് ഓർ ബേസിസിനായിരിക്കും. വീക്ക് ആസിഡ്സ് ഓർ ബേസിസിൽ എന്തായിരിക്കും? അവിടെ സ്മോൾ ഡിസോസിയേഷനേ നടക്കും. ബിക്കോസ് അവിടെ എന്താ? റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഓക്കെ, അടുത്തതാണ് സോൾവെൻ്റ് മോളിക്യൂൾ. സോൾവെൻ്റ് മോളിക്യൂൾ എത്രമാത്രം സോൾവേഷൻ ഇഫക്റ്റ് കാണിക്കാൻ പറ്റുന്നു, ആ എഫക്റ്റിനനുസരിച്ച് എന്തായിരിക്കും? സോൾവെൻ്റ് മോളിക്യൂൾ അയണൈസേഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കും. അപ്പം അതിനെ പറയുന്ന ഫാക്ടറിൻ്റെ പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പം ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആയിരിക്കാണോ അധികം, ആ മോളിക്യൂൾ ആ സോൾവെൻ്റ് എന്ത് ചെയ്യും? നല്ലപോലെ ഫോം ചെയ്ത അയൺസിനെ സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫ വാല്യൂ എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇനി അതല്ല, അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആൽഫ വാല്യൂ ഡിക്രീസ് ആവും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാം? സോൾവെൻറ്റിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ ഹൈ ആണെങ്കിൽ അയണൈസേഷൻ കൂടുതലായിരിക്കും, ലോ ആണെങ്കിൽ അയണൈസേഷൻ കുറവായിരിക്കും അല്ലേ? ഇനി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, അത് നമ്മൾ മുകളിൽ പഠിച്ചത് തന്നെ. ആൽഫ ഈസ് ഈക്വൽ ടു √KA/C അല്ലെ KB/C ആണെങ്കിൽ ആൽഫ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. ഓസ്വാൾഡ് ലോ എന്നാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ന് വെച്ചാൽ ഡൈല്യൂഷൻ കൂടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺസ് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ആൽഫ വാല്യൂ എന്താവും? ഇൻക്രീസ് ആവും. ഓക്കെ, ഞാൻ പറഞ്ഞു ആൽഫയും നമ്മൾ സിയും കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർബോളിക് കർവാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പക്ഷെ ആൽഫയും 1/√C ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിലോ നമുക്ക് എന്താ കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇനി കോമൺ അയൺ ഇഫക്റ്റ് അല്ലേ? കോമൺ അയൺ ഇഫക്റ്റ് എന്താ? കോമൺ അയൺ ഇഫക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മൾ തേർഡ് ഗ്രൂപ്പ് എലമെൻസിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? NH4OHഉം NH4Cl ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പം NH4OHൽ NH4 ഉണ്ട് അല്ലേ? NH4++ Cl-, NH4OHലോ NH4++ OH-. അപ്പോൾ അവിടെ കോമൺ ആണെന്നാ NH4 അല്ലേ? അപ്പം നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇവിടെ NH4+ Cl- സ്ട്രോങ് ഇലക്ട്രോലൈറ്റും NH4OH എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റും ആണ്. അപ്പം ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇവിടെ എന്താ? NH4OHൻ്റെ പ്രസൻസിൽ NH4Cl ഡിസോസിയേഷൻ കുറയും. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കോമൺ അയൺ ഇഫക്റ്റ്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ CH3COH ഇവിടെ വീക്ക് ആസിഡാണ്. NaOC എന്ന് പറയുന്നത് CH3COONa ആണ്. ഓക്കെ, അതിൻ്റെ പ്രസൻസിൽ എന്തായിരിക്കും? CH3COONa എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതിൻ്റെ പ്രസൻസിൽ എന്തിൻ്റെ ഡിസോസിയേഷൻ കുറയും? CH3COOHൻ്റെ ഡിസോസിയേഷൻ കുറയും. ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന കോമൺ അയോൺ ആരാ? CH3COO- അല്ലേ? ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ അയൺ ഫോർമേഷൻ കൂടും. അത് നമുക്ക് തേർഡ് ഗ്രൂപ്പ് എലിമെൻസിലും കാണാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ തേർഡ് ഗ്രൂപ്പ് എലിമെൻസിൽ കാണാൻ പറ്റുന്നത്? തേർഡ് ഗ്രൂപ്പ് എലിമെൻസിലാണെങ്കിൽ
ഓക്കെ, നമ്മൾ തേർഡ് ഗ്രൂപ്പ് എലിമെൻസിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവേ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ്. അശ്വിൻ നോട്ടീസ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് തേർഡ് ഗ്രൂപ്പ് ഉള്ള പേര് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ മിസ്സായി പോകുന്നൊരു ഗ്രൂപ്പാണ് തേർഡ് ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പൊക്കെ. ഓക്കെ, അവിടെ ഒരു കോമൺ ആയ എഫക്റ്റ് വരുന്നത് കൊണ്ടാണ് തേർഡ് ഗ്രൂപ്പിൽ എന്ത് മിസ്സാവുന്നത്, നമ്മൾ മിസ്സായി പോകുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് കൊടുക്കുക, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രസൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് കാണാം, നമുക്ക് അയണിൻ്റെ ഡിസോസിയേഷൻ കൂടുന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് എന്ത് എടുക്കാം, അവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, അയണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താ ഒരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് കൂടും, ആൽഫ വാല്യൂ കൂടും. അപ്പോൾ പ്രഷറിൻ്റെ ടേംസിലാണ് അടുത്ത ടേമാണ് പ്രഷർ. ഓക്കെ, പ്രഷർ സെയിം എഫക്റ്റ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സെയിം എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, ആൽഫ വാല്യൂ കൂടും. ഓക്കെ, സൊല്യൂട്ട് സ്ട്രക്ചറാണ് നോക്കുന്നതെങ്കിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഒരു ആസിഡിൻ്റെ മുകളിലുണ്ടെങ്കിൽ എന്ത് നടക്കും, അവിടെ ഡിസോസിയേഷൻ വാല്യൂ കൂടും. അതുപോലെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഉള്ളെങ്കിൽ അതിൻ്റെ ഡിസോസിയേഷൻ വാല്യൂ എന്താവും, കുറയും. ഇത് ആസിഡ്സിൻ്റെ കേസസിലാണ്. റിവേഴ്സ് ആയിരിക്കും എന്താ നടക്കുന്നത്, ബേസിൻ്റെ കേസിൽ നടക്കുന്നത്. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആ ഒരു ബേസിൻ്റെ മുകളിലുള്ളതെങ്കിൽ അതിൻ്റെ ആൽഫ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണുള്ളെങ്കിൽ അതിൻ്റെ ആൽഫ വാല്യൂ എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ ഓക്കെ ഇവിടെ എന്താ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ്, വീക്ക് ആസിഡ് ഓർ ബേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഏതാണോ അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് അത് വേറെ സ്ട്രക്ചർ ആവുന്ന ടെൻഡൻസി കുറവായതുകൊണ്ടാണ് അതിൻ്റെ ഡിസോസിയേഷൻ കുറവ്. ഓക്കെ, ഇപ്പോൾ CH3COOH ഇല്ലേ, CH3COOH ആണ് സ്റ്റേബിൾ. അതുകൊണ്ടാണ് CH3COO മൈനസ് ആയിട്ട് എന്ത് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറവ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസിൽ നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഏത് സ്ട്രക്ചറാണോ സ്റ്റേബിൾ ആ സ്ട്രക്ചറിൽ പൊതുവെ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടതൊരു കാര്യം എന്താ, സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ ഏതും ക്വസ്റ്റ്യനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ നോക്കിയിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് വേറെ കിട്ടിയെങ്കിൽ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അടുത്തതാണ് അയണിക് പ്രൊഡക്റ്റ്. അതിന് മുന്നേ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഇവിടെ എന്തൊക്കെയാണെന്നായിരിക്കും, ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എന്താ തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് നൈട്രോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ വാല്യൂ എന്തായിരിക്കും, വെറും ഒരു കമ്പൗണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ആൽഫ വാല്യൂവിനേക്കാളും കുറവായിരിക്കും ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ ആസിഡ്സിൻ്റെ കേസിൽ. അതുപോലെ കൂടുതലായിരിക്കും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അയണൈസേഷൻ ഓഫ് വാട്ടർ സെൽഫ് അയണൈസേഷൻ ആണ്, അതൊരു എൻഡോതെർമിക് പ്രോസസ്സും കൂടിയാണ്. ഓക്കെ, സെൽഫ് അയണൈസേഷൻ നടക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് കൊടുത്തു കഴിഞ്ഞാൽ അയണൈസേഷൻ എന്താവും, കൂടും. പിന്നെന്താ, അപ്പോൾ അയണൈസേഷൻ എന്താ നോക്കാം. അപ്പോൾ വാട്ടർ എങ്ങനെ അയണൈസൈസ് ആവുന്നത്, H2 = H++OH- ആണ്. അപ്പം നമുക്ക് കോൺസെൻട്രേഷൻ ടേംസിൽ എങ്ങനെ ചെയ്താൽ H+ × OH-, ആ കോൺസെൻട്രേഷൻ, ആ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും, KW നമ്മൾ കൊടുക്കുക. ഓക്കെ, അതാണ് ആ റേറ്റ് കോൺസ്റ്റൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വാല്യൂവിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എത്ര കിട്ടുന്നത്, KW 10⁻⁻14 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂ എത്രയാണ്, ഒരു H+ 10⁻⁷, OH 10⁻⁷. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അയണൈസേഷൻ വാല്യൂ എന്താവും, ഇൻക്രീസ് ആവും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താവും, KW വാല്യൂ ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ കുറക്കുമ്പോൾ എന്താവും, KW വാല്യൂ ഡിക്രീസ് ആവും അല്ലേ. പിന്നെ അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ KW വാല്യൂ എത്രയാണ്, 0.11 ആണ്. 25 ഡിഗ്രീസിലാണെങ്കിൽ 10⁻⁻14 ആണ്. 1 വാല്യൂ ആണ്. 25 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ KW വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ 60ലാണെങ്കിൽ എന്താ 9.6 ആണ്. ആ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഇതാണെന്ന് കാണുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഓക്കെ, PKW എന്താണ്, ജസ്റ്റ് നമ്മളൊരു റേറ്റ് കോൺസ്റ്റൻറ്റ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു
കോൺസ്റ്റൻറ്റ് വാല്യൂ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന പോലെ നമ്മളൊരു വാല്യൂ കൊടുത്തതേ ഉള്ളൂ. PKW ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് KW. ഓക്കെ, മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് H+, നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താ PH കൊടുത്ത പോലെ നമ്മൾ PKWക്ക് എന്ത് കൊടുക്കും, മൈനസ് ലോഗ് KW. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. 10⁻⁻14 എന്നുള്ള വാല്യൂണ് നമ്മൾ 14 ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യേണ്ട ടെൻഡൻസി എന്താവും, കുറച്ചും കൂടെ എന്താവും, എളുപ്പമാവും അല്ലേ. ഓക്കെ, ഇഫക്റ്റ് ഓഫ് സോൾവെൻറ്റും ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.